ഫറൂഖ് കോളേജിന് സമീപമായിട്ട് എഡ്യൂക്കേഷണൽ ഏരിയയാണ് ഫറൂഖ് കോളേജ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഫറൂഖ് കോളേജിനടുത്ത് പരുത്തിപ്പാറ എന്ന് പറയുന്ന ഏരിയയിൽ വലിയ ജുമാഅത്ത് പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. 10 സെൻറ്റിലാണ് വീടുള്ളത്. 10 സെൻറ്റിൽ 2500ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. 12 വർഷത്തെ പഴക്കം വീടിനുണ്ട്. അതിൽ മുകളിലെ നില 6 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റാണ്. ഒരു 2-3 കാറുകളൊക്കെ വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മുറ്റമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്നുകൂടി ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേസ് കിട്ടും. പിന്നെ അതിൻ്റെ 3 സൈഡിലായിട്ട് നമുക്ക് ചുങ്കത്തേക്കും ഫറൂഖ് കോളേജിലേക്കും ഒക്കെ റോഡുകളും ഉണ്ട്. വീട് ഒരു ജംഗ്ഷൻ പോലത്തെ ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ 10 സെൻറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നല്ല സ്പേസ് ലാൻഡിന് നമുക്ക് ഫീൽ ചെയ്യും. 10 സെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് 10 സെൻറ്റ് ഉള്ളൂ എന്ന് ചോദിക്കുന്ന പോലെ ഇതൊക്കെ വീടിൻ്റെ ബാക്ക് പോർഷനാണ്. ഇതിലൊക്കെ ഒരുപാട് റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം വരും വീടിൻ്റെ സൗകര്യത്തിന്, പുറം ഭാഗത്തുള്ള സൗകര്യത്തിന്. ഇതവർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതായതുകൊണ്ട് ഈ ഒരു രൂപത്തിൽ നിൽക്കുന്നു. നല്ല വെള്ളമുള്ള സൂപ്പർ കിണറാണ്. വെള്ളം ഒരു ഫിൽറ്ററോ കാര്യങ്ങളോ ആവശ്യമുള്ളതല്ല, നല്ല സൂപ്പർ വെള്ളമാണുള്ളത്. പിന്നെ വീടിൻ്റെ പരിസരമൊന്നും ഒരു സ്പേസ് ഇല്ലാത്ത പോലത്തതെല്ലാം തെങ്ങ്, പ്ലാവ് കാര്യങ്ങൾ എല്ലാം പരിസരത്തുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വീടിൻ്റെത്. പിന്നെ നമുക്കിനി ഉള്ളിലേക്ക് പോകാം. സിറ്റ് ഔട്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. കയറി വരുമ്പോൾ ഒരു ഫോണിലാണ്. തേക്കിലാണ് ഡോറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്, ഫ്രണ്ട് ഡോറ്. പിന്നെ ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസുള്ള റൂമാണ്. പിന്നെ നല്ലൊരു ഹാളാണ്. ഡൈനിങ് ഹാൾ വലുതാണ്. റൂമുകളെല്ലാം അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇത് അറ്റാച്ച്ഡ് അല്ല. ഇതിനോട് ചേർന്നിട്ട് കോമൺ ബാത്റൂം ഉണ്ട് സ്റ്റെയറിന് താഴെ. പിന്നെ വരുന്നത് അടുത്ത റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസുള്ള റൂമുകളാണ്. എല്ലാം ഫർണിച്ചേഴ്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സാണ്. നോർമൽ ടൈപ്പ് കർട്ടൻസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളൂ. കിച്ചണ് നല്ല സ്പേസ് ഉണ്ട്. കിച്ചണിൻ്റെ ഒരു പോർഷൻ തന്നെ, കിച്ചണും വർക്ക് ഏരിയയും തന്നെയാണ് ആ വീടിൻ്റെ ഒരു പോർഷനിൽ നല്ല രീതിയിലുള്ളത്. സ്റ്റോർ റൂമുണ്ട്. പിന്നെ വർക്ക് ഏരിയ നല്ല വായുസഞ്ചാരമുള്ള വർക്ക് ഏരിയയാണ്. കിച്ചണായാലും നല്ല ലൈറ്റ് ഉണ്ട്. പകൽ സമയത്തൊന്നും ഒരു ലൈറ്റിൻ്റെ ആവശ്യമില്ല. മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ മുകളിലും ഇതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മുകളിൽ ഓപ്പൺ ടെറസിലേക്കുള്ളൊരു വഴിയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മുകളിൽ 3 ബെഡ്റൂം അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂം നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അത് അവരുടെ മകൾക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നീട് ഇതിൻ്റെ ഈ ബാൽക്കണി ഏരിയ ഒന്നും ഇപ്പം ഇവരാരും അധികം യൂസിങ് അല്ലെങ്കിലും എടുക്കുന്നവർക്ക് യൂസ് ചെയ്യാം. ഇനി 2 ടീമിന് റെൻ്റൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊരു സ്റ്റെയർ കൊടുത്താൽ അതും പറ്റും. ഇത് അവരുടെ മകൾക്കും വേണ്ടി ചെയ്ത റൂമാണ്. നല്ല സ്പേസുള്ള റൂമാണ്. റൂമിനൊന്നും ഒരു പിശുക്കും കാണിക്കാണ്ട് സ്പേസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബാത്റൂമുണ്ട്. ഇതിൻ്റെ റോഡാണ്, ഇതിലേക്ക് പോകുന്ന റോഡാണിത്. ഇതിൻ്റെ സൈഡിൽ ഡ്രെയിനേജും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അവർ റോഡ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പോകുമ്പം ഇപ്പോൾ റോഡ് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും.